ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തീർച്ചയായിട്ടും വിലങ്ങിൽ മൗനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടാവാം ആ മൗനം. ഞാനിതിനെ സമീപിക്കുന്നത് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ ഇല്ലീഗലായി പോകുന്ന ആളുകളുണ്ട്, കുടിയേറിപ്പോകുന്നവരെയുണ്ട്. അവരെ ആരും തന്നെ ഇന്ത്യ രാജ്യം ക്രിമിനലുകളായിട്ടല്ല കാണുന്നത്. നോക്കൂ, ആദ്യത്തെ ഫ്ലൈറ്റിലെത്തിയ 104 പേർ, പിന്നീടെത്തിയ 116 പേർ, പിന്നീടെത്തിയ 112 പേർ, ഇനിയും എത്താൻ പോകുന്ന 24,974 പേരുടെ കണക്കാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിലുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഈ പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ മുഴുവൻ ഇന്ത്യയിലേക്ക് നാട് കടത്തുമെന്നുള്ളതും ഉറപ്പാണ്. നാട് കടത്തേണ്ടത് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ താല്പര്യമാണ്. ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും ഇല്ലീഗൽ ഇമിഗ്രേഷനെ അഥവാ അനധികൃതമായ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാത്തൊരു രാജ്യമാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇല്ലീഗലായിട്ട് ഇമിഗ്രൻ്റായിട്ട് പോകുന്ന ഒരാളെ ഒരു രാജ്യം ഡിപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തെത്തിച്ചാൽ ആ രാജ്യം അയാളെ ഒരു ക്രിമിനലായിട്ട് കണക്കാക്കുന്നില്ല. എങ്ങനെയാണ് 2 വ്യക്തികളൊഴികെ ബാക്കി മുഴുവൻ ആളുകളെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും പോലീസ് വാഹനത്തിലാണ് അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചത്. പല സാഹചര്യങ്ങളിൽ ചീറ്റ് ചെയ്യപ്പെട്ടു പോയ ഇന്ത്യക്കാരാണ് ഇതേപോലെ ഇല്ലീഗൽ മൈഗ്രൻ്റായി ആ നാടുകളിൽ പ്രവേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്ക എന്ന രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ചട്ടവിരുദ്ധമായി വന്നേക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻ്റാണ്. അവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ താല്പര്യമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അതെങ്ങനെയാണ് ഇന്ത്യ പോലൊരു രാജ്യം എടുക്കേണ്ടത്, മറ്റു രാജ്യങ്ങൾ എടുക്കേണ്ടത്? നോക്കൂ, യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തേക്കും ഇതേപോലെ ഒരു മിലിറ്ററി എയർക്രാഫ്റ്റും അമേരിക്ക അയക്കുന്നില്ലല്ലോ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെ എണ്ണം കുറവാണ്. അതാത് രാജ്യങ്ങളിലുള്ള മാനവ വിഭവശേഷിയുടെ വികസനം എന്ന് പറയുന്നത് അമേരിക്കയുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു ഫിൻലൻഡുകാരനോ ഒരു സ്വിറ്റ്സർലൻഡുകാരനോ എന്തിനേറെ ഒരു ബ്രിട്ടീഷുകാരനോ പോലും ഇല്ലീഗലായിട്ട് അമേരിക്കയിൽ പോകേണ്ട ഒരു ആവശ്യം നോർമൽ സാഹചര്യങ്ങളിലില്ല. എന്നാൽ പഞ്ചാബിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഒരു വലിയ ജീവിതം പ്രതീക്ഷിച്ച് 65-70 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് പോകുന്ന ഒരാൾ അവിടെ നിന്നും തിരികെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണത് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് അന്തർദേശീയ കവനൻറ്റുകളില്ലേ, ഇൻ്റർനാഷണൽ കവനൻറ്റുകൾ പ്രകാരം എങ്ങനെയാണ് ഒരു ഇമിഗ്രൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നത് വ്യക്തമായി പറയുന്നില്ലേ? ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നല്ലോ. ജോ ബൈഡൻ്റെ സമയത്ത്, ഒബാമയുടെ സമയത്ത് നമ്മൾ ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻറ്റിനെ നമ്മുടെ നാട് സ്വീകരിച്ചിട്ടുണ്ട്. 780 പേരെയാണ് ഒബാമയുടെ കാലത്ത് ഇന്ത്യയിലേക്ക് നാട് കടത്തിയിരുന്നത്. ജോ ബൈഡൻ്റെ കാലത്ത് 900 പേരെയാണ് നാട് കടത്തിയിരുന്നത്. പക്ഷേ ഇവരാകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിലങ്ങണിയിച്ചായിരുന്നില്ല എത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ നിയമപുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ക്രിമിനലുകളായി കണക്കാക്കിക്കൊണ്ട് ഡിപ്പോർട്ട് ചെയ്യാം, ഹൈ റിസ്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവരെ കൊണ്ടുപോകാമെന്നുണ്ട്. പക്ഷേ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് വരുന്നതുവരെയും മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇന്ത്യയിലേക്ക് ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരാൻ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഡൊണാൾഡ് ട്രംപ് മുൻനിർത്തുന്ന റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ ആശയമാണ്. അവർക്ക് ജോ ബൈഡനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് മുഴുവൻ കുടിയേറ്റക്കാരെയും വിലങ്ങു വെച്ച് പുറത്തു കളയും, ഏലിയൻസ് ആൻഡ് ക്രിമിനൽസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് നരേന്ദ്രമോദി മൗനം പാലിച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. നമുക്ക് ഏറ്റവും നന്നായി ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സൊവേറിറ്റി അഥവാ പരമാധികാരം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ പൗരന്മാരിലും ഇന്ത്യയിലുള്ള സ്ഥാപനജംഗമ വസ്തുക്കളിൽ മേൽ സ്റ്റേറ്റിനുള്ള അവകാശം മാത്രമല്ല, പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാരിലും. അതുകൊണ്ടാണല്ലോ നമുക്ക് എംബസികളും കൗൺസിലേറ്റുകളും ഉള്ളത്. ആ പുറത്തുള്ള പൗരന്മാരിലും ഇന്ത്യക്കൊരു പരമാധികാരമുണ്ട്. ആ പൗരന്മാരും ഇന്ത്യയുടെ പൗരന്മാരാണ്. അവരെ മാന്യമായി കൈമാറാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അത് പൗരന്മാരുടെ ആത്മാഭിമാനവും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അംഗീകരിക്കലാണ്. അതിനു പറ്റിയ കോണ്ടെക്സ്റ്റ് ആയിരുന്നില്ലേ ഇത്? $190 ബില്യൺ ഉണ്ടായിരുന്ന ഇന്ത്യ US വ്യാപാര കരാർ ഇന്ന് $500 ബില്യൺ മാറ്റാൻ വേണ്ടി മോഡി ട്രംപ് ധാരണയായിരിക്കുന്നുവെന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം. അത് ഏത് രീതിയിൽ വരുമെന്നുള്ളതിനെക്കുറിച്ച് 2 ചർച്ചകൾ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആ വ്യാപാര കരാർ 3 മടങ്ങോളം വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുമെങ്കിൽ നമ്മളൊരു ബാർഗെയിനിങ് പവറല്ലേ? ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ $500 ബില്യൺ വാങ്ങൽ ശേഷിയുള്ള, കൈമാറ്റ ശേഷിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വലിയ ട്രേഡ് താരിഫുകൾ വെക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ നിങ്ങൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സോവറിറ്റി അംഗീകരിച്ചുകൊണ്ട് മൈ ഫ്രണ്ട് ട്രംപ് എന്നുള്ളത് നയതന്ത്രത്തിലും പ്രതിഫലിക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. നോക്കൂ, റഷ്യയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് പ്രതിരോധ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ 62%. ഇന്നത് മാറി 32% താഴ്ന്നു. കാരണം എന്താ? നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അമേരിക്കയെ നമ്മൾ പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സഹകരണം വർദ്ധിപ്പിച്ചു. അമേരിക്കയെ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലും നമുക്കൊരു ബാർഗെയിനിങ് പവറാവാൻ മാറിയില്ലെങ്കിൽ ഇതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അമേരിക്ക കൽപ്പിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമായി മാറുന്നുണ്ടോ എന്നുള്ളത്.
എന്നുള്ളതാണ്. നമ്മളുടെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ ഇവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് ഇതുവരെ സാധ്യമായിരുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഇതുവരെയും ഒരു മിലിറ്ററി എയർക്രാഫ്റ്റും ഇന്ത്യയിലേക്ക് അയച്ചിരുന്നില്ല. ഒരു സിവിലിയൻ എയർപോർട്ടിലേക്ക് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് വന്നിറങ്ങാനുള്ള അനുമതി കൊടുക്കുന്നത് തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു വലിയ ആഘാതമാണെന്നാണ് എൻ്റെ ടേക്ക്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഇത് അമേരിക്കയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാലന്റൈൻ ഡേ മെസ്സേജ് ഉണ്ട്. എന്താണെന്നറിയുമോ? US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പങ്കുവച്ചിരിക്കുന്ന ഒരു വാലന്റൈൻ ഡേ മെസ്സേജാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: റോസസ് ആർ റെഡ്, വയലറ്റ്സ് ആർ ബ്ലൂ, കം ഇല്ലീഗലി ആൻഡ് വി വിൽ ഡിപ്പോർട്ട് യു എന്ന് പറഞ്ഞിട്ട് ഒരു വാലന്റൈൻ സന്ദേശം അയച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ കാണാത്തതാണ്, അമേരിക്കയിൽ പരിചിതമല്ലാത്ത ഒന്നാണ്. ഒരു വാലന്റൈൻ ദിനത്തിൽ ഇത് ഡിസ്ഗസ്റ്റിംഗ് ആണ്, ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്ന് അമേരിക്കൻ ജനത തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കണം ലോകത്തോട്. ഞങ്ങളുടെ നാട്ടിൽ ഇല്ലീഗലായി നിങ്ങൾ കടന്നു കയറിയാൽ ഞങ്ങൾ നിങ്ങളെ കയ്യാമം വെച്ചും കാൽവിലം കിട്ടും, ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൽ നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കും, നിങ്ങൾ ഏത് കൊലകൊമ്പനാണെങ്കിലും. കൊളംബിയയിലേക്ക് വന്നപ്പോൾ ഗുസ്തവോ പെട്രോ പറഞ്ഞ എന്താ? ഇതേപോലെയല്ല, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയാണ് വിളിക്കുന്നത്. കൊളംബിയൻസ് ആർ റെസ്പെക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ബ്രസീലിലേക്ക് പോകുമ്പോൾ ഡിസിൽവ പറയുന്ന ഒരു കാര്യമുണ്ട്: ബ്രസീലിയൻ മസ്റ്റ് ബി റെസ്പെക്റ്റഡ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ത്യൻസ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ് എന്നൊരു വാക്കുപോലും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനോട് പറയാൻ കഴിയാഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ എയർക്രാഫ്റ്റിൽ വരുന്ന സമയത്ത് ഇതേപോലെ സിഖുകാരുടെ ടർബൻ എടുത്ത് കളഞ്ഞ വിവാദമില്ല. അത് കഴിഞ്ഞപ്പോൾ കാൽവിലങ്ങുണ്ട്, കൈവിലങ്ങുണ്ട്, അതുകൂടാതെ സിഖുകാരുടെ തലപ്പാവിൽ എടുത്തു കളഞ്ഞ് അപമാനിച്ചു എന്ന വിവാദം കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഒരു ടാഞ്ചിബിളായ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണക്കുകൾ നമ്മളോട് പറയുന്നത് ഇനി 24,974 ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇതേ ദുർവിധി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾ ഒരു ക്ലിയർ കട്ട് മെസ്സേജ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നോക്കൂ, ജോ ബൈഡൻ ഒരു വർഷം കൊണ്ട് ഡിപ്പോർട്ട് ചെയ്ത ആളുകളെ, അറസ്റ്റ് ചെയ്ത ആളുകളെ 18 ദിവസം കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11,000 ആളുകളെ സ്പെഷ്യൽ ഡ്രൈവാണ് അവിടെ നടത്തുന്നത്. ഈ പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിലെ മറ്റു ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇപ്പോൾ അതുകൊണ്ട് 90% ക്രോസ് ബോർഡർ മൈഗ്രേഷൻ, ഇല്ലീഗൽ മൈഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കത്തക്ക രീതിയിൽ ഈ രീതിയിലല്ല നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെയാണ് ഒരു മാന്യത കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യം ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റിനെ ഒരു ക്രിമിനലായിട്ട് കണക്കാക്കുന്നില്ല. അമേരിക്കയ്ക്ക് ഒരു ക്രിമിനലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അവരൊരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണ്. നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരൊറ്റ ക്രിമിനൽ നടപടിയും ഇന്ത്യയിലില്ല കേട്ടോ. ഈ വന്നേക്കുന്ന ഒരൊറ്റ ഇല്ലീഗൽ മൈഗ്രൻറ്റിനെതിരെയും ഒരൊറ്റ ക്രിമിനൽ നടപടിയും എടുക്കുക സാധ്യമല്ല. എപ്പോൾ പാസ്പോർട്ട് വ്യാജമായി ഉണ്ടാക്കാത്ത പക്ഷം, രേഖകൾ ഫോർജ് ചെയ്യാത്ത പക്ഷം ഹരിയാനയിലെയും പഞ്ചാബിലെയും മുഴുവൻ ആളുകളെയും അവരുടെ വീടുകളിലേക്ക് പോലീസ് വാഹനത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. 63 മണിക്കൂറൊക്കെയാണ് ഈ വിമാനം യൂറോപ്പിലെ പല ഫ്യൂവൽ സ്റ്റേഷനുകളിലും പോയിട്ടാണ് വന്നത്. C-17 പോലെ, ഗ്ലോബ് മാസ്റ്റർ പോലെ ഒരു ഡിഫൻസിൻ്റെ വിമാനത്തിൻ്റെ ഉള്ളിലെ യാത്ര എന്ന് പറയുന്നത് എത്രമാത്രം ദുർഘടം. ദാറ്റ്സ് എ കാർഗോ ഫ്ലൈറ്റ്. അതൊരു കാർഗോ ഫ്ലൈറ്റാണ്, അതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് അല്ല. അങ്ങനെ ഒരു കാർഗോ ഫ്ലൈറ്റിൽ ഈ വാഗൺ ട്രാജഡി എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആകാശത്തെ ഒരു ഫ്ലൈറ്റ് ട്രാജഡി ആയിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരിൽ പലരും ഒരു നേരത്തെ ടോയ്ലറ്റ് മാത്രം ഉപയോഗിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. മുട്ടിൽ ഇഴഞ്ഞ് ടോയ്ലറ്റിൽ പോയി, അതും അത്യന്തം വൃത്തിഹീനമായ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നിരിക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ അവസ്ഥ എന്നുള്ളത് അത്യന്തം ദയനീയമാണ്. നമുക്ക് പറയാം, അവൻ അനധികൃതമായി കുടിയേറിയവനല്ലേ, അവൻ ഇങ്ങനെ വേണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവനൊരു ക്രിമിനൽ അല്ല, അവനൊരു ഇന്ത്യൻ പൗരനാണ്, അവനൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ്. നമ്മൾ അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമാണ്. പക്ഷേ അവനെ തിരിച്ചയക്കുമ്പോൾ നമ്മളവനെ സ്വീകരിക്കും. പക്ഷേ അത് മാന്യമായി വേണം എന്നുള്ളതാണ്. കാരണം അത് ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാരം, സൊവറിറ്റിയുടെ റെസ്പെക്റ്റാണ്, അതിനെ ആദരിക്കലാണ്, ഇന്ത്യൻ പൗരൻ്റെ അന്തസ്സിനെ, ഡിഗ്നിറ്റിയെ മാനിക്കലാണ്. അതാണ് യഥാർത്ഥത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാതെ പോയത് എന്നുള്ളതാണ്. എന്തായാലും നരേന്ദ്രമോദി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അതിൻ്റെ ഫലം നമ്മൾ കാണുന്നില്ല. 3 തവണയും ഇന്ത്യയുടെ സിവിലിയൻ എയർപോർട്ടിലേക്ക് അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ഡിഫൻസ് വിമാനം പറന്നിറങ്ങി എന്നുള്ളത് ഗുരുതരമായ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. Meet the editors.